ഹലോ ഹായ് വെൽക്കം ടു ആർ കെ പ്രോപ്പർട്ടീസ് ട്രിവാൻഡ്രം. ഇന്ന് എല്ലാവരും കൊതിക്കുന്ന തരത്തിലൊരു വീടാണ് നമ്മൾ കാണുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് നടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ, അതായത് കാണിക്കുന്ന പോലെ 1.5 കിലോമീറ്റർ മാത്രം മാറി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് 650 മീറ്റർ മാത്രം മാറി റെഡ് ബ്രിക്കിൽ ഫുള്ള് തേക്കുഡിൽ ഉണ്ടാക്കിയ ഒരു വീടാണ് കാണിക്കുന്നത്. കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിയ വാഹനത്തിന് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് സൗകര്യമാണ്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ കിണർ കാണാനാണ്. വെറും 3.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. ഇത് വീടിൻ്റെ ബാക്ക് വശമാണ്. ബാക്കിൽ പോലും തേക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡോറും കട്ടറയല്ല. തേക്കല്ലാതെ ഒരു വുഡും ആ വീട്ടിൽ യൂസ് ചെയ്തിട്ടില്ല. നമുക്കിനി വീടിൻ്റെ ഫുൾ കാഴ്ചകൾ അകത്തോട്ട് പോയിട്ട് കാണാൻ പറ്റും. ഇതാണ് വീടിൻ്റെ കട്ടള ഭാഗം വരുന്നത്. വളരെ വീതിക്ക് ചെയ്തിരിക്കുന്ന ഒരു കട്ടളയാണ്. നമ്മൾ സ്വന്തമായിട്ട് തടിയെടുത്ത് മുറിച്ചൊക്കെ മാത്രമേ സാധാരണ വീട് നമ്മൾ വയ്ക്കുന്ന മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. ബിൽഡർ വച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണാറില്ല. കട്ടളയും ഡോറും എല്ലാം തേക്കാണ്. ഇതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. എല്ലാം ഫാൾ സീലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ കഴക്കൂട്ടം ബേസ് ചെയ്ത് എല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് വളരെ സ്യൂട്ടബിളാണ്. വെറും 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ജോഗിങ്ങിന് നടന്നു പോകുന്ന പോലെ പോയിട്ട് വരാം. ഇതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ. കഴിഞ്ഞിട്ട് ഡൈനിങ് സ്പേസിൽ തന്നെ നമ്മുടെ വാഷ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ കിച്ചണും ചെയ്തിരിക്കുന്നത് തടിയിലാണ്. കിച്ചൺ മാത്രം ചെയ്തിരിക്കുന്ന അക്കേഷ്യയിലാണ്. അത് കഴിഞ്ഞ് ഇതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂം. ഇത് വന്നിട്ട് ഒരു 3 ഡോർ വാർഡ്രോബ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതും തേക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ റൂമിൻ്റെ സൈസ് വന്നിട്ട് 13-12 സൈസ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത്. സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം വരുന്നത് സെറയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ ആദ്യം കയറി ചെല്ലുമ്പോൾ കൂടുതൽ നാച്ചുറലായിട്ട് കിട്ടിയ ഒരു പർഗോള കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. 14 മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ്. അവിടെ ഒരു 2 ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതും തേക്കിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഷ് ഏരിയയാണ് വരുന്നത്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ബാൽക്കണി കാഴ്ചകളിലോട്ടാണ്. ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി. പർഗോളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് മേളത്തെ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോവാം. ഇതിൻ്റെ സൈസ് വന്നിട്ട് 12-13. ഇവിടെയും നമുക്ക് ഒരു 3 ഡോർ വാർഡ്രോബ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ വാഷ്റൂം വരുന്നത്. ഇനി ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടി ഉണ്ട്. അതിൻ്റെ സൈസ് വന്നിട്ട് 8x9 അതിൻ്റെ സ്പേസ് വരുന്നത്. 3.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ ഫുൾ റെഡ് ബ്രിക്കിലും തേക്കിലും കൺസ്ട്രക്ട് ചെയ്ത ഈ വീടിന് കസ്റ്റമർ ആസ്ക് ചെയ്യുന്നത് 75 ലക്ഷമാണ്. ഇതാണ് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസും ഷീറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടുന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും. ഇതാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. എൻക്വയറിക്ക് കോൺടാക്ട്